അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ച, തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച പ്രഗത്ഭരായ സ്വഹാബിയാണ് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന സമയം ഷാമിലെ ഗവർണറായിട്ട് ഒരാളെ നിയമിക്കണം. അങ്ങനെ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ ഗവർണറാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഈ വിവരം ഉമർ റളിയല്ലാഹു അൻഹു സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോൾ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു ഒഴിഞ്ഞു മാറി. എന്നെ കൊണ്ടാവൂല, അമീറുൽ മുഅ്മിനീൻ, അങ്ങ് എന്നെ നശിപ്പിക്കരുത്, അധികാരം തന്നിട്ട് എന്നെ നശിപ്പിക്കരുത് എന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു പറഞ്ഞു, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, താങ്കളെ ഞാൻ വിടൂല. ഉത്തരവാദിത്തം എൻ്റെ പിരടിയിൽ വെച്ചുകെട്ടി നിങ്ങൾ മാറി നിൽക്കരുത്, അങ്ങനെ നിങ്ങൾ അനുവദിക്കൂല, നിങ്ങൾ ഇത് ഏറ്റെടുക്കണം. ഒടുക്കം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർബന്ധപ്രകാരം സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഗവർണർ സ്ഥാനം ഏറ്റെടുത്തു. ഷാമുകാർക്ക് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനെ പെരുത്തിഷ്ടമായിരുന്നു. വലിയ ഭക്തനായതുകൊണ്ട് തന്നെയും നീതി നടപ്പിലാക്കുന്ന ആളായതുകൊണ്ട് തന്നെയും. ഒരു ദിവസം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹുവിനോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ജനങ്ങൾ നിങ്ങൾ ഇത്രമേൽ ഇഷ്ടപ്പെടുന്നതിന്റെ രഹസ്യം എന്താണ് എന്ന്. മഹാനവറുകൾ പറഞ്ഞത്, ഞാൻ അവരെ സഹായിക്കുകയും സാന്ത്വനിപ്പിക്കുകയും ചെയ്യുന്നു എന്നതായിരുന്നു മറുപടി. എന്നാൽ ആ സന്തോഷ വർത്തമാനങ്ങൾക്കിടയിലും ചിലർക്ക് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹുവിനെ കുറിച്ചൊരു പരാതിയുണ്ട്. അത് ഉമർ റളിയല്ലാഹുവിനോട് അവർ ബോധിപ്പിക്കുകയും ചെയ്തു. എന്താ പരാതി എന്നറിയോ? 4 ആക്ഷേപങ്ങളാണ്. ഒന്ന്, സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു രാവിലെ വളരെ താമസിച്ചിട്ടേ ഞങ്ങളെ അരികിലേക്ക് വരാറുള്ളൂ എന്ന്, ജനങ്ങളിലേക്ക് ഇറങ്ങാറുള്ളൂ എന്ന്. രണ്ടാമത്തെ പരാതി, രാത്രി ആരോടും കൂടിക്കാഴ്ച നടത്താറില്ല എന്ന്. മൂന്നാമത്തെ പരാതി, മാസത്തിൽ 2 ദിവസം അദ്ദേഹം ഞങ്ങളുടെ അടുക്കൽ വരാറോ ഞങ്ങളോട് സംസാരിക്കലോ ഞങ്ങളെ കാണാറോ ഇല്ല എന്ന്. നാലാമത്തെ ആക്ഷേപം, അദ്ദേഹം ഇടയ്ക്കിടെ ബോധരഹിതനായി വീണുപോകുന്നു എന്ന്. ഈ 4 പരാതികളും കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിന് വലിയ വിഷമമായി. കാരണം സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹുവിനെ കുറിച്ചാണല്ലോ ഇങ്ങനെ കേൾക്കുന്നത്. പടച്ചവനെ, ഈ കേട്ടതൊന്നും സത്യമാവരുതേ എന്ന ആഗ്രഹത്തോടുകൂടി ഉമർ റളിയല്ലാഹു ഈ വിഷയത്തിന്റെ മറുപടി, ഈ 4 ആക്ഷേപത്തിന്റെയും മറുപടി സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹുവിനോട് ചോദിച്ചു. എന്താണ് ഇതിന്റെയൊക്കെ കാരണം? ഒന്നാമത്തെ മറുപടി, എല്ലാ ദിവസവും രാവിലെ നേരത്തെ ജനങ്ങളിലേക്ക് ഇറങ്ങാറില്ല എന്നതാണ്. അതിന്റെ കാരണം മഹാനവറുകൾ സങ്കടത്തോടെ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ വേലക്കാരൊന്നുമില്ല, സംഭവം വലിയ ഗവർണറാണ്, പക്ഷേ വീട്ടുജോലി ചെയ്യാൻ മറ്റൊരാളില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിന്റെ കാര്യം ഞാൻ നോക്കും. എൻ്റെ വീട്ടുകാർക്ക് ഭക്ഷണം തയ്യാറാക്കാൻ പ്രഭാതത്തിൽ തന്നെ ഞാൻ സമയം മാറ്റിവെക്കും. അങ്ങനെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി കഴിഞ്ഞ് ശേഷം ളുഹാ നിസ്കാരവും കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളത്. ഇതാണ് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ രാവിലെ തന്നെ താമസിക്കുന്നതിന്റെ കാരണം. രണ്ടാമത്തേത്, രാത്രിയിൽ ജനങ്ങളുമായി ഇടപഴകുന്നില്ല എന്ന്. ഉമർ റളിയല്ലാഹുവിനോട് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു പറയാണ്, രാത്രിയിൽ എനിക്ക് എൻ്റെ റബ്ബുമായി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി സമയം മാറ്റി വച്ചിരിക്കുകയാണ് എന്ന്. മൂന്നാമത്തേത്, മാസത്തിൽ 2 ദിവസം പുറത്തിറങ്ങാത്തതിൻ്റെ കാരണം, അത് എൻ്റെ വസ്ത്രങ്ങൾ അലക്കിത്തരാൻ എനിക്ക് വേലക്കാരില്ല. അപ്പോൾ മാറ്റിയെടുക്കാൻ വേറെ വസ്ത്രങ്ങളോ കൂടുതൽ വസ്ത്രങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ വസ്ത്രം അലക്കാനും അത് ഉണങ്ങാനുമൊക്കെയായി കാത്തിരിക്കുന്ന 2 ദിവസമാണ് അത് എന്ന്. മൂന്നാമത്തേത്, ഇടയ്ക്കിടെ ഞാൻ ബോധരഹിതനായി വീണുപോകുന്നു എന്ന്. അതിൻ്റെ കാരണം എനിക്ക് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ ഓർമ്മ വരുമ്പോൾ ബോധം കെട്ടുപോകുന്നതാണ് എന്ന്. എന്താണ് കഥയെന്നറിയോ? മക്കയിൽ ഖുബൈബ് റളിയല്ലാഹു എന്ന സ്വഹാബി, ആ സ്വഹാബിയെ ശത്രുക്കൾ പിടിച്ചു കെട്ടുകയും തൂക്കിലേറ്റാൻ വേണ്ടി പോവുകയും ചെയ്യുന്ന സമയത്ത് ആ ഒരു കാഴ്ചക്ക് ഞാൻ സാക്ഷിയായിരുന്നു. ആ ഒരു രംഗത്തിന് ഞാൻ ദൃക്സാക്ഷിയായിരുന്നു. ആ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വല്ലാതെ പ്രഹരിച്ചു. എത്രത്തോളം? ആ സ്വഹാബിയുടെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ അരിഞ്ഞെടുത്തു, മുറിച്ചെടുത്തു. രക്തമൊഴുകുമ്പോൾ, മാംസം മുറിച്ചു മാറ്റുമ്പോൾ, ശരീരം സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് പിടയുമ്പോൾ ആ ഖുബൈബ് റളിയല്ലാഹുവിനോട് ശത്രുക്കൾ ചോദിച്ചിട്ടുണ്ട്, നിന്റെ സ്ഥാനത്ത് മുഹമ്മദിനെ ആക്കിയിട്ട് നീ രക്ഷപ്പെടുന്നത് ഇഷ്ടമാണോ നിനക്ക് എന്നൊരു ചോദ്യം. അപ്പോൾ ആ ശത്രുക്കളോട് സഹിക്കാൻ പറ്റാത്ത വേദന അനുഭവിക്കുന്ന നേരത്തും മഹാനായ ഖുബൈബ് റളിയല്ലാഹു പറഞ്ഞത്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, എൻ്റെ സ്ഥാനത്ത് ഈ വേദന സഹിക്കുന്നതിന് പകരം
റസൂലുള്ളയാണ് ഈ സ്ഥാനത്തെങ്കിൽ എന്ന് ചിന്തിക്കുന്നതിന് പോയിട്ട് ആ ഹബീബിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടപ്പെടുന്നില്ല എന്ന് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഈ ഒരു രംഗം ഓർക്കുമ്പോൾ ഞാൻ ബോധരഹിതനായി വീണുപോകുന്നു എന്ന്. ഈ 4 മറുപടിയും കേട്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സന്തോഷമായി. 4 പ്രയാസങ്ങൾക്കും അല്ലെങ്കിൽ 4 പരാതികൾക്കും കൃത്യമായ കാരണങ്ങളുണ്ട് എന്ന് ബോധ്യമായി. പ്രിയപ്പെട്ടവരെ, മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. സ്വന്തം ശരീരത്തിൽ നിന്ന് ശത്രുക്കൾ മാംസം മുറിച്ചെടുക്കുന്ന വേളയിൽ പോലും, വേദന കൊണ്ട് പിടയുന്ന നേരത്തു പോലും, അള്ളാന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല എന്ന് പ്രഖ്യാപിച്ച അത്രമേൽ പ്രവാചക പ്രണയത്തിന്റെ ആൾരൂപമായ മഹാനായ സഈദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, റഹ്മാനായ റബ്ബേ, ഹബീബിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങളെ ഖൽബും നിറക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.